ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് കപ്പയും ചെമ്മീനും കൂടി തേങ്ങ അരച്ച് വെക്കാൻ പോണേ. റെഡിയായി നിൽക്കുന്നു. മീക്കാണ് കറി വെക്കാൻ പോണേ. ആ അമ്മച്ചിക്ക് കൊടുത്തേ. ചെമ്മീൻ നമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. കപ്പ വിളിച്ച് അരിഞ്ഞ് കുക്കറിലിട്ട് അടുപ്പത്ത് വെക്കും. നമുക്ക് എന്നിട്ട് ചെമ്മീനിട്ട് തേങ്ങ അരച്ച് കറി വെക്കാം. കപ്പ ഉണ്ടാക്കാൻ പോണേന് ഗായ്സ്, നമുക്കെന്നാ റെഡിയാകാം ഗായ്സ്. ചെമ്മീൻ നമ്മള് നേരത്തെ വേവിച്ച് വെച്ചേക്കണേ. ഇനി കപ്പ വേവിച്ചിട്ട് നമ്മള് ചെമ്മീൻ ഇടോട്ടാ. എല്ലാവരും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനൊരു ഐലൈനും കൂടി തരാം. ഐ ലവ് യു. ഹലോ ഗായ്സ്, എന്റെ പേര് ഞാൻ പറഞ്ഞിട്ട് MEEK പറയുന്നോ. നമുക്കെന്നാ കപ്പ റെഡിയാക്കാം. ഇവിടെ കപ്പ നമ്മള് വെട്ടിയിട്ടുണ്ട് ഗായ്സ്. അമ്മച്ചിയുടെ സൗണ്ട് പോയിക്കണേണ്. അതുപോലെ കപ്പ വെട്ടിയിട്ടുണ്ട്. അമ്മച്ചി തിന്നാമോ പച്ചക്ക്? കപ്പ നമ്മൾ നന്നാക്കി എടുക്കണേ. കാണിച്ചു കൊടുക്കട്ടെ അമ്മ. ചെമ്മീൻ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചത് ഫ്രിഡ്ജിലുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. 1.25 കിലോ കപ്പയുണ്ട് ഇവിടെ എടുത്തേക്കണത്. കപ്പ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം. ആവശ്യത്തിന് വെള്ളം വെക്കണം, കപ്പ വേകാനുള്ള വെള്ളം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങ നമ്മൾ ചിരണ്ടി എടുക്കുന്നുണ്ട്. കയ്പുള്ള കപ്പയാണെങ്കിൽ നമ്മൾ ഒരു വിസലിൽ വേവിച്ചിട്ട് അതിൻ്റെ എയർ പോയി കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് പിന്നെ രണ്ടാമതൊന്നും കൂടെ വെക്കുകയാണ്. ചെമ്മീനിട്ട് ഒന്നും കൂടെ 2 വിസലിലിട്ട് വേവിച്ചെടുക്കണം. കയ്പില്ലാത്ത കപ്പയാണെങ്കിൽ ഡയറക്റ്റ് ചെമ്മീനിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളത് അരമുറി തേങ്ങ ഇവിടെ ചിരണ്ടിയത് നമുക്ക് അരച്ചെടുക്കാം കേട്ടാ. മൂന്ന് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് കപ്പ വേവിക്കുമ്പോൾ പച്ചമുളക് ഇടണമെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ ഇടണ്ട. ഇത് നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടില്ല, അതുകൊണ്ട് അരയ്ക്കുമ്പോൾ 3 പച്ചമുളക് വലുത് 3 ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 വെളുത്തുള്ളി, നല്ല വലിയ വെളുത്തുള്ളിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടി നമുക്കൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കേട്ടോ. നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം അരയണം, അല്ലെങ്കിൽ തരി പോലെ ഇരിക്കും. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ആവശ്യത്തിന് ഉള്ളി താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു 10-20 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞെടുക്കാം. 3 തണ്ട് വേപ്പിലയും കൂടെ വേണം കേട്ടോ. നമ്മുടെ മുറ്റത്തുണ്ടായ വേപ്പിലയാണ് അത്. നമുക്ക് കഴുകി വെച്ചേക്കണേന്. അപ്പൊ 3 തണ്ട് വേപ്പിലയും നമുക്കതിൽ ഇട്ട് കൊടുക്കണം. അതാ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. കുക്കർ വിസിലൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നു ഭയങ്കര നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പയും ചെമ്മീനും കൂടി വേവിച്ചത് ഉടച്ചു കൊടുക്കണം. ഉടഞ്ഞിരുന്നോട്ടെ. ഇപ്പം നല്ല കേട്ടാ. വേണ്ടതെന്നുള്ള 3 കുളമിട്ടിട്ടുണ്ട്.
ഉള്ളി ഒരു 10-20 ഉള്ളി അരിഞ്ഞത് അത് ഇടണേ. അതാണ് നമ്മൾ വേപ്പില. വേപ്പില വെച്ചിട്ടുണ്ടാവും. സൂപ്പറായിട്ടുണ്ട്. കുറച്ച് ചോറുണ്ട്. കപ്പയുകൊണ്ട് പെട്ടെന്ന് വയറ് നിറയും, അതുകൊണ്ട് കുറച്ച് ചോറുണ്ട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ താരം കപ്പക്കറി. നമ്മളതേ കപ്പയും ചെമ്മീനും കൂടെ ചോറിൻ്റെ അരികത്തോട്ട് ഇങ്ങനെ ഇടുന്നതാണ്. ചാറ്